ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വട റെസിപ്പി ആയിട്ടാണ്. പൊതുവെ ചെറുപയർ എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. ഇപ്പോഴാണെങ്കിൽ മിക്ക വീടുകളിലും റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ധാരാളം ചെറുപയർ ഇരിപ്പുണ്ടാവും. അമ്മമാരാണെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ചെറുപയർ വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചെറുപയർ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വട തയ്യാറാക്കുന്നതിനായിട്ട് 1 ഗ്ലാസ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാർത്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ അരയ്ക്കുന്ന പാകത്തിനാണ് അരച്ചെടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് 3-4 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ചെറുപയർ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പം ഞാൻ എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഞാനെടുത്ത 1 ഗ്ലാസ് ചെറുപയർ കൊണ്ട് ഒരു 16-18 വട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാവുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റാം. മീഡിയം തീയിലിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചൂട് കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ മീഡിയം തീയിലിട്ട് വറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ പാത്രം ഉപയോഗിക്കുന്നത് കനം കുറവാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചെറുപയർ വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.